നാടിനെ നടുക്കി കായംകുളത്ത് അഭിഭാഷകനായ മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു. ഭാര്യ നവ്യയെ പ്രസവത്തിനായി ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കുമ്പോഴാണ് 30-കാരനായ നവജിത്ത് പിതാവ് നടരാജനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധു മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാവേലിക്കര കോടതിയിലെ അഭിഭാഷകനാണ് നവജിത്ത്. ആക്രമണം നടക്കുന്ന സമയത്ത് സഹോദരങ്ങളായ നിതിൻ രാജ്, നിതിമോൾ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. മാതാപിതാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നവജിത്തിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇന്നലെ രാത്രി 8:30-യോടെയായിരുന്നു സംഭവം. മാതാപിതാക്കളുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് നവജിത്ത് ഇരുവരെയും വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. നിലവിളി കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോൾ നവജിത്ത് ചോര പുരണ്ട വെട്ടുകത്തിയുമായി വീടിന് പുറത്തു നിൽക്കുന്നതാണ് കണ്ടത്. വീടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് നടരാജനും സിന്ധുവും രക്തം വാർന്നു കിടക്കുന്നത് കണ്ടത്. സ്ഥലത്തെത്തിയ പോലീസ് കയർ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയാണ് പ്രതിയെ കീഴടക്കിയത്. സംഭവം അറിഞ്ഞ സ്ഥലത്ത് വലിയ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടുകയും ചെയ്തു. ജനക്കൂട്ടം അക്രമാസക്തരായതോടെ വീടിന് പിൻവശത്തെ വാതിലിലൂടെയാണ് പോലീസ് പ്രതിയെ കൊണ്ടുപോയത്. സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ് കുടുംബമെന്നും സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. രക്ഷിതാക്കളും മകനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാകാം ആക്രമണത്തിന് പിന്നിലെന്നും പ്രദേശവാസികൾ സംശയം പറയുന്നുണ്ട്.